ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ് നോക്കുന്നത് മുട്ട പുട്ട്. തലേന്നത്തെ ദിവസത്തെ വല്ല കറികൾ, ചിക്കൻ കറി, മീറ്റ് കറി, എഗ് കറി വല്ലതും ഉണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് സ്പീഡിൽ ഉണ്ടാക്കാൻ പറ്റും. ഇനി അത് കറികളൊന്നും ഇല്ലെങ്കിലും ഈ മസാലക്കൂട്ട് വെച്ചിട്ട് ഉണ്ടാക്കാം, ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് പുട്ടുണ്ടാക്കാം ഫ്രഷ് ആയിട്ട്, അല്ലെങ്കിൽ തലേന്ന് ഇരിക്കുന്ന പുട്ടുണ്ടെങ്കിൽ അതൊന്ന് ആവി കയറ്റിയിട്ട് അത് വെച്ചിട്ടും ഉണ്ടാക്കാം. എങ്ങനെയായാലും ഇത് വളരെ സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പുട്ടാണ്. നമുക്ക് നോക്കാം മുട്ടപ്പുട്ട്. അപ്പോൾ ഒരു നോൺ സ്റ്റിക്ക് പാൻ അല്ലെങ്കിൽ ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിക്കാം. കടുക് പൊട്ടിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഉണക്കമുളക് ഒരു 1-2 എണ്ണം ഒന്ന് പൊട്ടിച്ചിടാം. ഉണക്കമുളക് മൂത്ത മണം വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് സവാള കൊത്തി അരിഞ്ഞത് ഇതുപോലെ നമുക്ക് ചേർക്കാം. 2 ഇടത്തരം സവാള ചോപ്പ് ചെയ്തതാണിത്, അതും കൂടി ഒന്നിട്ട് വഴറ്റിയെടുക്കാൻ പോവുകയാണ്. സവാള ചോപ്പ് ചെയ്തതിൻ്റെ ഒപ്പം ഞാൻ 2 ടീസ്പൂൺ ഇഞ്ചിയും കൂടി ചേർക്കുന്നുണ്ട്, നന്നായി കൊത്തി അരിഞ്ഞത്. പിന്നെ പച്ചമുളക് ടേസ്റ്റിനനുസരിച്ച്. ഇത് നമുക്കൊന്ന് സോഫ്റ്റ് ആണ് വരെ വഴറ്റിയെടുക്കണം. ഒരു ചെറിയ തീയിലിട്ടിട്ട് 1 മിനിറ്റോളം ഞാൻ വഴറ്റിയെടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒന്നില്ലെങ്കിൽ നമുക്ക് ഗ്രേവി ഉണ്ടെങ്കിൽ തലേന്നത്തെ ദിവസത്തെ വല്ല ഗ്രേവി, ചിക്കൻ ഗ്രേവി ആണെങ്കിൽ നല്ലതാണ്, അതുണ്ടെങ്കിൽ 1/4 കപ്പ് ആഡ് ചെയ്താൽ മതി. എന്നിട്ട് അതൊന്ന് എണ്ണ തെളിയണ വരെ കലക്കിയെടുക്കാം. ഇനി അതില്ലെങ്കിൽ ഞാൻ ഇവിടെ ചെയ്യണ പോലെ മസാലക്കൂട്ട് ചേർത്താൽ മതി. 1 ടേബിൾ സ്പൂൺ നാടൻ ഗരം മസാല, എൻ്റെ നാടൻ ഗരം മസാല പൊടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്, അതിൻ്റെ റെസിപ്പി ചെക്ക് ചെയ്തോളൂ. 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാലപ്പൊടി, ഇഷ്ടമുള്ള ഏതെങ്കിലും മീറ്റ് മസാലപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി. ഈ പൊടികളൊക്കെ ഇട്ട് നമുക്കൊന്ന് ആ മൂത്ത മണം വരുന്ന വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇത്തിരി വെള്ളം തെളിച്ച് കൊടുക്കാം, നമ്മുടെ സ്പൈസസ് ഒന്നും അടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. നല്ലൊരു മൂത്ത മണം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 2 ചോപ്പ് ചെയ്ത ടൊമാറ്റോസ് ആഡ് ചെയ്യാം. ഇപ്പോൾ ചിക്കൻ ഗ്രേവി അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്രേവി ആഡ് ചെയ്യണമെങ്കിൽ ടൊമാറ്റോസിൻ്റെ ആവശ്യമില്ല. ഇത് നമ്മൾ മസാലപ്പൊടികൾ ചേർക്കുമ്പോൾ ടൊമാറ്റോസും കൂടി വേണം. അപ്പോൾ ഇനി ടൊമാറ്റോസ് ചെറിയ തീയിൽ വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് വെള്ളം തെളിച്ച് കൊടുക്കാം, നമ്മുടെ മസാലപ്പൊടികൾ കരിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണത്. അപ്പോൾ ഈ ടൊമാറ്റോ നന്നായി ഉടഞ്ഞ് ചേർന്ന വരെ നമുക്കിത് വഴറ്റിയെടുക്കണം. ടൊമാറ്റോസ് നന്നായി വെന്തുടഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒന്ന് ലൂസാക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കാം. ഇനി ഇവിടെ 3 മുട്ട നന്നായി അടിച്ച് പതപ്പിച്ചിട്ടുണ്ട് ഞാൻ, അതും കൂടി ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഇതിലേക്ക് നമ്മൾ ഇതിട്ടിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം, ആ എഗ്ഗ് ഒന്ന് സെറ്റായി വരുന്നത് വരെ. ഒന്ന് സെറ്റായ ശേഷം നമുക്കൊന്ന് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്നും കൂടി സെറ്റായി എന്ന് തോന്നുമ്പോൾ നമുക്കിതിനി നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കാം. എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്യണ പോലെ. ഇതിലേക്ക് ഇത്തിരി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ടേസ്റ്റിനനുസരിച്ച്. ഇനി ഇത് നന്നായി ഒന്ന് ചിക്കി കൊടുക്കാം. മുട്ട ഒരുപാട് ഡ്രൈ ആവണ്ട. ഇതുപോലെ ഒന്ന് ചിക്കി ആ ഒരു പാകമാകുമ്പോൾ നമുക്ക് പുട്ട്, തലേന്നത്തെ പുട്ട് അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ടായിട്ട് ഉണ്ടാക്കി ഫ്രഷ് പുട്ട് ഇട്ട് കൊടുക്കാം. ഒരു 3 ചിരട്ടപ്പുട്ടിൻ്റെ അത്രയും ഞാൻ ചേർക്കുന്നുണ്ട്. പുട്ട് സോഫ്റ്റ് ആയിരിക്കണം, അപ്പോൾ തലേന്നത്താണെങ്കിൽ ഒന്ന് ആവി കയറ്റണം, അല്ലെങ്കിൽ ഒന്ന് വെള്ളം തെളിച്ചൊന്ന് ചൂടാക്കണം. ഒരുപാട് ഡ്രൈ ആയിട്ടുള്ള പുട്ടാണെങ്കിൽ ഇത്തിരി കൂടി വെള്ളം തെളിച്ചതിന് ശേഷം നമുക്കിത് ചെയ്യാൻ പറ്റും ഇതേപോലെ തന്നെ. ഇനി അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉപ്പ് പാകത്തിന് ചേർക്കാം. മസാലപ്പൊടികൾ എന്തെങ്കിലും കുറവ് തോന്നുന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ചേർക്കാം.
ഇതിൻ്റെ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ച് നന്നായിട്ടൊന്ന് ഇതുപോലൊരു ഉപ്പുമാവിൻ്റെ ഒരു ടെക്സ്ചർ പോലെ ആക്കിയെടുക്കാം. ഏറ്റവും അവസാനം കുറച്ച് മല്ലിയില കൊത്തിയരിഞ്ഞ് അതും കൂടി ചേർക്കുന്നുണ്ട്, നല്ലൊരു മണത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് നമ്മുടെ മുട്ടപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്ക്. പുട്ട് നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്നതാണ്, ഒരു ചേഞ്ചിന് വേണ്ടി എങ്ങനെ ആവാം. ബാക്കി വരുന്ന പുട്ട് വെച്ചിട്ട് ചെയ്യാൻ പറ്റിയതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഒരു ചേഞ്ചാണ്. അപ്പോൾ അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാന.